ലൈംഗിക അതിക്രമ കേസിൽ സംവിധായകൻ രഞ്ജിത്തിനെ തള്ളി സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്ന് മന്ത്രി വ്യക്തമാക്കി. സിനിമയിലെ സംഭാവനകൾ മുൻനിർത്തിയാണ് രഞ്ജിത്തിന് ഉയർന്ന പദവി നൽകിയത്. ഇത്തരം പരാതികൾ ആവർത്തിക്കുന്നത് ഗൗരവമുള്ള കാര്യമാണെന്നും സജി ചെറിയാൻ പ്രതികരിച്ചു. വീണ്ടും അറസ്റ്റിലായിരിക്കുകയാണ്. അല്ലെങ്കിൽ അതിക്രമ പരാതിയിൽ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് 3-ാം തവണയാണ് അറസ്റ്റിലായിട്ടുള്ളത്. എൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റെ വശം കിട്ടിയിട്ടില്ല. കാരണം ഇന്നലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഒരുപാട് രാത്രിയായിട്ടേ വന്ന്. അപ്പോൾ അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു, റിമാൻഡ് ചെയ്തെന്നുള്ള വിവരമാണ് ഇപ്പോൾ അറിയുന്നത്. അപ്പോൾ ഒരു പരാതി അദ്ദേഹത്തിനെതിരെ സൈറ്റിൽ വെച്ചുണ്ടായ സംഭവവുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ പരാതിയിൽ മൊഴി രേഖപ്പെടുത്തിയാണല്ലോ നടപടി തുടരുന്നത്. ആ മൊഴിയുടെ വസ്തുതകൾ മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലോ കോടതിയിലേക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് എത്തിച്ചത്. അപ്പോൾ കോടതി ഇത് പരിശോധിച്ച് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ എന്ന ധാരണയുടെ ഭാഗമായിട്ടായിരിക്കുമല്ലോ റിമാൻഡ് ചെയ്തേക്കുന്നത്. എന്തായാലും ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. നമ്മൾ ഇപ്പോൾ ഒരു സിനിമാ നയം കേരളത്തിൽ കൊണ്ടുവന്നു, ക്യാബിനറ്റ് അംഗീകരിച്ചു. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ തുടർച്ചയായി സിനിമാ സെറ്റുകളിൽ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡോക്യുമെൻ്റിനകത്ത് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ നിയമം വരാൻ പോവുക. അടുത്ത ഗവൺമെൻറ് അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് കടക്കും. അപ്പോൾ പല സിനിമാ സെറ്റുകളിലും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ പല ഘട്ടങ്ങളിൽ പലരുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണല്ലോ ഈ റിപ്പോർട്ടും അതേ തുടർന്ന് നമ്മൾ ഈ നിയമം കൊണ്ടുവന്നത്, ഈ സിനിമാ നയവും കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇനി തുടരുന്നു എന്നതിൻ്റെ ഒരു സൂചന കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു കാരണവശാലും അത്തരം കാര്യങ്ങളോട് യോജിക്കാൻ കഴിയില്ല. ഇരയോടൊപ്പം തന്നെയാണ് ഗവൺമെൻറ് അല്ലെങ്കിൽ സമൂഹം ആ കാര്യം ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചിരിക്കപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ പരിശോധിച്ച് ഉചിതമായ നിയമ നടപടിയിലേക്ക് പോകണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അദ്ദേഹത്തെ പറ്റി ആക്ഷേപം വന്നപ്പോൾ തന്നെ നടപടിക്രമങ്ങൾ അനുസരിച്ച് നിയമപരമായ നടപടികളെല്ലാം സ്വീകരിച്ചു. അത് ഒഴിവാക്കപ്പെടുകയും ചെയ്തു. ഒരു സംരക്ഷണവും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന്, പോലീസിൻ്റെ ഭാഗത്തുനിന്ന്, സാംസ്കാരിക വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ആ കാര്യത്തിൽ ഞങ്ങൾ ശരിയായ നിലപാട് തന്നെയാണ്, അന്നും ഏരിയയോടൊപ്പമുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിച്ചത്. ഇത്തരത്തിൽ തുടർച്ചയായിട്ട് വരുമ്പോൾ ഇതൊരു തരം വൈകല്യമാണ് എന്ന് കരുതാൻ കഴിയുമോ? കാരണം തുടർച്ചയായിട്ട് സമാന സ്വഭാവമുള്ള കാര്യങ്ങളാണ് വരുന്നത്, ഒരു തരം വൈകല്യമാണോ ഇത്? അതൊക്കെ ഇപ്പോൾ നിങ്ങൾ വിലയിരുത്തുക. ഇപ്പോൾ എന്തായാലും ഇതിപ്പോൾ തുടർച്ചയായി വരുന്ന ഒരു സംഭവം അതൊരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അതൊരു മ്ലേച്ഛമായ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. സാർ, ഇപ്പോൾ ഈ സിനിമാ ഫീൽഡിൽ ഇത്തരം സംഭവങ്ങൾ തുടർച്ചയായിട്ട് ഉണ്ടാകുന്നു. ഇത്തരം ഒരു അറസ്റ്റിലൂടെ എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? അല്ല, ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആക്ഷേപങ്ങൾ വന്നു കഴിഞ്ഞാൽ നിയമ നടപടി സ്വീകരിക്കുക, ഏത് ഉന്നതനാന്തരം നിയമ നടപടി സ്വീകരിക്കുക, അതാണല്ലോ ഗവൺമെൻറ് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത് ആരെവിടെ എങ്ങനെ എന്നുള്ള ചോദ്യം ഗവൺമെൻറ് മുമ്പിലില്ല. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒരു ആക്ഷേപം വന്നിരിക്കുന്നു, അത് സംബന്ധിച്ച് പോലീസ് അന്വേഷിക്കുന്നു. അന്വേഷണത്തിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് അറസ്റ്റ് ചെയ്തത്. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്വേഷണം തുടർന്നതിന് ശേഷം അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ നടപടിക്ക് വിധേയമാകട്ടെ. അത് സ്റ്റാൻഡ് തന്നെ സർക്കാർ. ആരുടെയും സംരക്ഷണം ആർക്കും ഉണ്ടാകത്തില്ല. നയം വരുന്നതിന് മുമ്പ്, സിനിമാ കോൺക്ലേവ് നടത്തുന്നതിന് മുമ്പ് ഇത് കേരളത്തിൽ പല സ്ഥലത്തും പല സന്ദർഭങ്ങളിലും നടത്തിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വളരെ മോശമായ രൂപത്തിൽ ഈ സിനിമാ സെറ്റുകളിൽ വരുന്ന വനിതാ സിനിമാ പ്രവർത്തകരോട് മോശമായി പെരുമാറി ധാരാളം കേസുകൾ നമ്മുടെ മുമ്പിലേക്ക് വന്നതോടുകൂടിയാണ് നയിക്കൊണ്ടിരുന്നത്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ആ കോൺക്ലേവും അതുമായി ബന്ധപ്പെട്ട ഇൻറ്റേർണൽ കമ്മിറ്റിയെല്ലാം വന്നതിന് ശേഷം ഒട്ടേറെ ഉണ്ടായിരുന്ന ആക്ഷേപം കുറഞ്ഞു. വലിയ തരത്തിൽ ഇപ്പോൾ ഒരു ഇടപെടൽ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല നിലയിൽ തന്നെ സംവിധായകരും നിർമ്മാതാക്കളും ശ്രദ്ധിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഇൻറ്റേർണൽ കമ്മിറ്റി പരാതി കൊടുക്കാം. പരാതി കൊടുത്താൽ മണിക്കൂറുകൾക്ക് നടപടിയെടുക്കും. ഇപ്പം തന്നെ ഇത് ഉദാഹരണമാണല്ലോ. ഒരു പരാതി ഒരു വനിത കൊടുത്തു കഴിഞ്ഞപ്പോൾ നിമിഷങ്ങൾക്കുള്ള നടപടിയായല്ലോ. ആ നടപടിയാണ് നയത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ നിയമനിർമ്മാണത്തിലേക്ക് പോകുമ്പോൾ കറക്റ്റായിട്ട് തന്നെ സിനിമ മേഖലയിൽ സ്ത്രീക്ക് പുരുഷനും തുല്യമായ പരിഗണന ഉണ്ടാകും. ഒരു കാരണവശാലും സ്ത്രീകൾക്കെതിരായിട്ടുള്ള ആക്രമണത്തെ സപ്പോർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ സഹായിക്കുന്ന നിലപാടല്ല, കടുത്ത നടപടിയിലേക്കായിരിക്കും ഗവൺമെൻറ്.